20ഓളം ഭാഷകളിലായിട്ട് 48,000 പാട്ടുകൾ പാടിയ ആന്ധ്രാപ്രദേശിൽ ജനിച്ച് കുഞ്ഞു പ്രായത്തിൽ തന്നെ വലിയ പാട്ടുകാരിയായ സിസ്ല ജാനകി, നമ്മുടെ സ്വന്തം ജാനകി അമ്മ. നമസ്കാരം, വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ദ നൈറ്റിംഗേൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പട്ടം നേടിയ എസ് ജാനകി ജനിച്ചത് 1938 ആന്ധ്രാപ്രദേശിലായിരുന്നു. കുട്ടിക്കാലം മുതലേ മ്യൂസിക്കിനോടും സോങ്സിനോടും ഒരുപാട് അടുപ്പം തോന്നി. പിന്നീട് ലതാ മങ്കേഷ്കർ പോലത്തെ ലെജൻഡറി സിംഗേഴ്സ് ആയിരുന്നു എസ് ജാനകിയുടെ ഇൻസ്പിറേഷൻസ്. ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ പെർഫോം ചെയ്യാനും തുടങ്ങി. 1957 ഇറങ്ങിയ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് മൂവിയിലൂടെയായിരുന്നു ജാനകി അമ്മയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം. തൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ആയ തെലുങ്കിൽ ഒട്ടനവധി സോങ്സ് പാടിയിട്ടുണ്ടെങ്കിലും അതേ അക്സെപ്റ്റൻസ്, അതേ സ്നേഹം തമിഴിലും മലയാളത്തിലും കന്നഡയിലും ജാനകി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 ഡെക്കേഡ്സോളം നീണ്ട ജാനകി അമ്മയുടെ കരിയറിലെ സോങ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എക്സ്പ്രഷൻസും മോഡുലേഷൻസും ആണ്. അതുകൊണ്ട് തന്നെ നൈറ്റിംഗേൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ടൈറ്റിലിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, ദ ക്വീൻ ഓഫ് എക്സ്പ്രഷൻസ് ആൻഡ് മോഡുലേഷൻസ്. ജാനകി അമ്മയ്ക്ക് 4 നാഷണൽ അവാർഡ്സ്, 33 സ്റ്റേറ്റ് അവാർഡ്സ്, ആൻ ഓണററി ഡോക്ടറേറ്റ് ഇതൊക്കെ ലഭിച്ചിട്ടും പത്മഭൂഷൺ എന്ന അവാർഡ് ജാനകി അമ്മ സ്വയം റിഫ്യൂസ് ചെയ്തു. ഇത്രയും വലിയൊരു അവാർഡ് റിഫ്യൂസ് ചെയ്യാനായിട്ട് ജാനകി അമ്മയുടെ ജസ്റ്റിഫിക്കേഷൻ വാസ് ദാറ്റ് ഇറ്റ്സ് ടു ലേറ്റ് നൗ. ഒരു 55 വർഷത്തോളം നീണ്ട കരിയറിൽ ഇപ്പോഴാണോ പത്മഭൂഷൺ എനിക്ക് തരുന്നത് എന്നുള്ളതായിരുന്നു ജാനകി അമ്മയുടെ ജസ്റ്റിഫിക്കേഷൻ. അതിനൊപ്പം ജാനകി അമ്മ ഒരു തഗ് ലൈഫ് കമൻറ്റും കൂടെ അടിച്ചിരുന്നു, എനിക്കിപ്പോൾ കിട്ടേണ്ടത് പത്മഭൂഷൺ അല്ല, ഭാരത് രത്നയാണെന്ന്. ഈ ഒരു ബ്രേവ് ആക്ട്, ഇറ്റ് വാസ് ഓൾസോ എ protest against under recognition of South Indian artists at the national level. കേരളത്തിൻ്റെ ദത്തുപുത്രിയായ ജാനകി അമ്മ അത്രയ്ക്കും പവർഫുൾ ആൻഡ് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു, അപ്പാർട്ട് ഫ്രം ഹർ മെലഡീസ് ആൻഡ് ഗ്രേറ്റ് മ്യൂസിക്സ്. ജാനകി അമ്മയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഡ്യുവറ്റ് കൊളാബറേഷൻസ് ഉണ്ടായത് SPB ആയിട്ടാണ്. ആ സമയത്തെ റേഡിയോസിലും ഏറ്റവും കൂടുതൽ സോങ്സ് പ്ലേ ചെയ്യുന്നതും ഇവർ തമ്മിലുള്ള ഡ്യുവറ്റ് സോങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലവ് ബേർഡ്സ് എന്ന പേരും കിട്ടിയിരുന്നു. 77 ദ ലെജൻഡറി ഡയറക്ടർ ഭാരതിരാജ ഡയറക്റ്റ് ചെയ്ത 16 വയതിനിലെ എന്ന മൂവിയിലെ സെന്തൂര പൂവേ എന്ന സോങ്ങിനാണ് ജാനകി അമ്മയ്ക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നീട് 81 മലയാളത്തിലും 84 തെലുങ്കിലും 92 തമിഴിലുമാണ് ജാനകി അമ്മയ്ക്ക് നാഷണൽ അവാർഡ്സ് ലഭിച്ചത്. ഇളയരാജ, ഹംസലേഖ, GK വെങ്കിടേഷ്, AR റഹ്മാൻ അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സോങ്സ് പാടിയിരിക്കുന്നത് ഇളയരാജയുടെയാണ്. മലയാളത്തിലും ഒട്ടനവധി മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്ത ജാനകി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയതും കേരളത്തിൽ നിന്നായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻസിൻ്റെ കൂടെ ജാനകി അമ്മയുടെ ഒരു യുണീക്ക് വോക്കൽ എക്സ്പ്രഷനും കൂടെ ആഡ് ആകുമ്പോൾ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് സംഗീത ലോകത്തിന് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജാനകി അമ്മയുടെ മ്യൂസിക് ജേർണി എല്ലാ ജനറേഷനിലെ മ്യൂസീഷ്യൻസിനും മ്യൂസിക് ലവേഴ്സിനും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. മന്മദൻ പാടൽ ഒன்று നെഞ്ചിക്കുൾ പാടിക്കൊണ്ടേ ചൊല്ലത്താൻ എണ്ണിയും ഇല്ലയേ ഭാഷകൾ. കേട്ടറിഞ്ഞ പാട്ടുകളിലെല്ലാം പ്രണയവും വിരഹവും വാത്സല്യവുമായി പെയ്തിറങ്ങിയവർ, കാലത്തിന് മായ്ക്കാനാകാത്ത ആ നാദവിസ്മയത്തിന് നമ്മുടെ സ്വന്തം ജാനകി അമ്മയ്ക്ക് സ്നേഹാദരങ്ങളോടെ.